Debate with Dr. Arun Kumar. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഹൈക്കോടതിയിൽ നിന്നെത്തിയ ഒരു വാർത്ത. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റിംഗിൽ സംസ്ഥാന സർക്കാരിന് പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരമില്ല എന്നതായിരുന്നു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നുവരെ ഹൈക്കോടതി പറഞ്ഞു. SDRF-ൽ സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിലുള്ള അത് 667 കോടി രൂപയാണെങ്കിൽ അത് എത്ര ചെലവഴിച്ചു എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. ഇനിയൊരു അപകടമുണ്ടായാൽ, ഇനിയൊരു അത്യാഹിതമുണ്ടായാൽ എത്ര ചെലവഴിക്കാനാകും എന്നതായിരുന്നു ചോദ്യം. ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ടായിരിക്കും? വളരെ പ്രധാനപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾക്ക് സർക്കാർ നിയോഗിച്ച അഭിഭാഷകന് ഉത്തരമില്ലാതെ പോയത്. 667 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരിക്കെ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നത് എങ്ങനെ ശരിയാകുമെന്നതാണ് ചോദ്യം. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾക്കുമപ്പുറം ദുരന്തബാധിതർക്ക് സഹായമെത്തിക്കാനല്ലേ സർക്കാർ ശ്രമിക്കേണ്ടത് എന്നതും ഇന്ന് ഹൈക്കോടതിയിൽ ഉയർന്നു കേട്ട ചോദ്യം. വയനാട്ടിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് സർക്കാർ വക ദുരന്തത്തിനാണ്. കേരളം തുടർച്ചയായി കേന്ദ്ര അവഗണന നേരിടുന്നുവെന്നും സംസ്ഥാനത്തെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തബാധിതരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. വയനാട് പുനരധിവാസ പാക്കേജ് വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാർ അല്ലെന്ന് ഹൈക്കോടതി അടിവരയിട്ട് പറഞ്ഞെന്ന് K സുരേന്ദ്രനും പ്രതികരിച്ചു. എല്ലാ പ്രതികരണങ്ങളും ഒന്ന് കേട്ടുവരാം. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ തുടർച്ചയായി അവഗണിക്കപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻസ് കമ്മീഷനുകൾ അനുവദിക്കുന്ന വിധത്തിലായാലും കേന്ദ്ര ബജറ്റിലായാലും ധനമന്ത്രാലയത്തിൻ്റെ തീരുമാനങ്ങളിലായാലും ഒക്കെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ സമീപനം ഉണ്ടാവുകയാണ്. ഒരു വശത്ത് നമ്മുടെ നേട്ടങ്ങളുടെ പേരിൽ നമുക്ക് അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കപ്പെടുന്നു. മറുവശത്ത് ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും നമുക്ക് പ്രത്യേക സഹായം നിഷേധിക്കപ്പെടും. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള മലയാള മാധ്യമ പ്രവർത്തകർ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ഡൽഹിയിൽ പ്രതിഫലിപ്പിക്കുന്നവരായി തീരേണ്ടതുണ്ട്. ഒരു വശത്ത് കേന്ദ്ര ഗവൺമെൻറ് ഒരു തുക പോലും തരുന്നില്ല. ഇവിടെ ഇന്ന് പ്രോജക്റ്റ് കൊടുക്കാൻ വേണ്ടി വൈകിയതുകൊണ്ടാണ് അവർ വൈകി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേ അവസരത്തിൽ ഈ പ്രോജക്റ്റുകൾ, ഈ ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വീഴ്ചകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനം, പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ആവശ്യത്തിലുള്ള പണവും കൊടുക്കുന്നില്ല, കിട്ടിയ പണം ഇവിടെ ചിലവാക്കുന്നില്ല. രണ്ടു കൂട്ടരും ഹൈക്കോടതി പറഞ്ഞ ഉത്തരവാദികളാണ്. വയനാട് പുനരധിവാസ പാക്കേജ് വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഹൈക്കോടതി ഇന്ന് അത് ആവർത്തിച്ച് അടിവരയിട്ടിരിക്കുന്നു. കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി സമ്പൂർണ്ണ പരാജയമാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പും സംസ്ഥാന ഗവൺമെൻറ് ദുരിതാശ്വാസ നിധി കൊള്ള ചെയ്തതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തമിഴ്നാട്ടിൽ സംസ്ഥാന വ്യാപകമായി ഉണ്ടായ ചുഴലിക്കാറ്റാണ്. അപ്പോൾ അത്തരം സംസ്ഥാനങ്ങളിൽ ആകെയുള്ളായി കൊടുക്കേണ്ട പണത്തിൻ്റെ 1% മുൻകൂറായിട്ട് കൊടുക്കും. അഡ്വക്കേറ്റ് K സരുൺകുമാർ CPM പ്രതിനിധി, ഒപ്പം പ്രശാന്ത് മലവേൽ BJP വയനാട് ജില്ലാ പ്രസിഡന്റ് എന്നിവരാണ് നമുക്കൊപ്പം ചർച്ച ചെയ്യുന്നത്. ആദ്യം അഡ്വക്കേറ്റ് K സരുൺകുമാറിലേക്ക്. അഡ്വക്കേറ്റ് K സരുൺകുമാർ, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ SDRF-ൽ എത്ര രൂപ നീക്കിയിരിപ്പുണ്ട്? അതിന് സർക്കാരിനൊരു ഉത്തരമുണ്ട്. 677 കോടി രൂപയാണ്. വയനാടിന് കൊടുത്ത 95 കോടി രൂപ കൂടി കഴിച്ചാൽ ബാക്കി ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഫണ്ടിലുള്ളത്. എന്നാൽ ഈ ഫണ്ടിൽ നിന്നുള്ള പണം അടിയന്തരമായ ഒരു അത്യാഹിതമുണ്ടായാൽ നിങ്ങൾ എത്ര ചെലവഴിക്കും? വയനാടിനടക്കം എത്ര രൂപ നിങ്ങൾ കൊടുത്തു? ഇനി എത്ര രൂപ കൊടുക്കാൻ സാധ്യതയുണ്ട്? ഇനി എങ്ങനെയാണ് ഈ പണം വിനിയോഗിക്കുക? ഇത്തരം കാര്യങ്ങൾ ഹൈക്കോടതി ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഉത്തരമില്ലാതെ പോയത്? ഉത്തരമില്ലാതെ സംസ്ഥാന സർക്കാർ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. 667 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്രത്തെ നിരന്തരം കുറ്റപ്പെടുത്തുന്നത്? യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് സർക്കാരിന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് സാഹചര്യം എന്താണ്?
ഇവിടെ ഹൈക്കോടതിയിൽ ഇന്നലെ വെള്ളിയാഴ്ച ഈ കേസ് വന്നിരുന്നു. അപ്പോൾ ഹൈക്കോടതി പ്രധാനമായിട്ടും ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ 29/7/2024 അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന്റെ തലേദിവസം നീക്കിയിരിപ്പ് SDRF എത്രയുണ്ട്, അതുപോലെ തന്നെ നമ്മൾ സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര രൂപയുടെ കമ്മിറ്റ്മെന്റുകൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്, അതുപോലെ വയനാടിനായിട്ട് എത്ര തുക കൊടുത്തു, വയനാടിന് ഇനി എത്ര തുക കൊടുക്കാൻ കഴിയും, പുനരധിവാസത്തിന് വേണ്ടി ഇനി എത്ര തുക വേണ്ടിവരും എന്നതാണ്. അപ്പോൾ ഇന്നലെ ഇതിൽ 2-3 ചോദ്യങ്ങൾ വന്നു. അപ്പോൾ തന്നെ ഗവൺമെന്റ് അഭിഭാഷകൻ ഒരാഴ്ച സമയം വേണം, കാരണം ഈ കമ്മിറ്റ്മെന്റുകൾ എത്ര വേണം എന്നത് ഒറ്റ ദിവസം കൊണ്ട് എടുത്തു പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം കേരളത്തിലെ ഇത്തരത്തിൽ ഈ ഒരു മൺസൂൺ പീരീഡിലാണ് ശരിക്കും ജൂൺ മുതൽ ഡിസംബർ വരെയാണ് ഇത്തരത്തിൽ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല ജില്ലയിൽ, പല പ്രദേശങ്ങളിൽ സംഭവിക്കുക. അപ്പൊ അവിടെ കളക്ടറേറ്റ് വഴി ചില കമ്മിറ്റ്മെന്റുകൾ ഉണ്ടാകും, കൃഷി വകുപ്പ് വഴി ചില കമ്മിറ്റ്മെന്റ് ഉണ്ടാകും, ക്ഷീരവകുപ്പ് വഴി ചില കമ്മിറ്റ്മെന്റുകൾ ഉണ്ടാകും. അതുപോലെ ആ പ്രകൃതി ദുരന്തത്തിന്റെയും പ്രകൃതിക്ഷോഭത്തിന്റെയും ഒക്കെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള കമ്മിറ്റ്മെന്റ്. അത് കണക്ക് കൂട്ടിയെടുക്കാൻ ഒരാഴ്ച സമയം വേണമെന്ന് ഇന്നലെ വെള്ളിയാഴ്ച സർക്കാർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ കോടതി ഇന്ന് ശനിയാഴ്ച ഹൈക്കോടതി വർക്കിംഗ് ആണ്. ഒരു വർഷത്തിൽ 1-2 ശനിയാഴ്ചകളിലാണ് ഇങ്ങനെ വർക്കിംഗ് ഡേ ആയിട്ട് വരാറ്. അപ്പൊ ഇന്ന് വർക്കിംഗ് ആണ്, ഇന്ന് പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഇന്നും ആ ചോദ്യം ചോദിച്ചപ്പോൾ ഇത് ഓരോ ജില്ലയിൽ നിന്നും അതിന്റെ ഇൻസ്ട്രക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് കൺക്ലൂഡ് ചെയ്ത് ക്രോഡീകരിച്ച് തരാൻ ഒരാഴ്ച സമയം വേണം എന്നതാണ് പറഞ്ഞത്. ഒരു തരത്തിലും രൂക്ഷമായിട്ടുള്ള വിമർശനം ഒന്നുമല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി കേന്ദ്രത്തിന് കൊടുത്ത ഡീറ്റെയിൽഡ് റെപ്രസന്റേഷനിൽ തന്നെ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ എത്ര രൂപയുണ്ട് എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം സുവോമോട്ടോ കേസിലും ഹൈക്കോടതി ചോദിച്ച ഘട്ടത്തിലുമെല്ലാം ഹൈക്കോടതി ചോദിച്ചില്ലേ? കേന്ദ്രത്തെ ഇനി നിങ്ങൾ കുറ്റം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ 2 സർക്കാരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് എന്ന് ഇന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവും ഇന്ന് പാസ്സായി പുറത്തു വന്നിട്ടില്ല, ഒരു ഉത്തരവും ഇറക്കിയിട്ടില്ല. പക്ഷേ വാദത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ വാദമധ്യേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച ചോദ്യം ഞാൻ അത് പറയാം. കോടതി ചില സംശയങ്ങൾ ചോദിച്ചു. ആ സംശയത്തിന് കൃത്യമായിട്ട് തന്നെ ഉത്തരം സംസ്ഥാനത്തിന് വേണ്ടി ഗവൺമെന്റ് പീഡർ സമർപ്പിച്ചിട്ടുണ്ട്. ഇതേ ഹൈക്കോടതിയുടെ ഇതേ ബെഞ്ച് തന്നെയാണ് ചോദിച്ചത് കേന്ദ്രത്തോട്, നിങ്ങൾ എന്തെങ്കിലും കൊടുക്കൂ ഈ സംസ്ഥാന ഗവൺമെന്റിന്, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ റെപ്രസെന്റേഷൻ പരിഗണിക്കാത്തതെന്ന് കഴിഞ്ഞ മുൻ ദിവസങ്ങളിലെല്ലാം ഇതേ ബെഞ്ച് ചോദിച്ച അതേ ബെഞ്ച് തന്നെയാണല്ലോ ഇന്നും കേസ് പരിഗണിച്ചത്. ഇവിടെ എത്ര രൂപ അക്കൌണ്ടിലുണ്ട്, എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്, എത്ര രൂപ ഇനി ചെലവഴിക്കാൻ കഴിയും, അതുപോലെ മറ്റ് പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 14 ജില്ലകളിലും എത്ര കമ്മിറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല കൃത്യമായിട്ടുള്ള കണക്ക് ഗവൺമെന്റിന്റെ കൈവശമുണ്ട്. അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒറ്റ ദിവസം തന്നെ 6-ാം തീയതി പറയുന്നു, 7-ാം തീയതി ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ 14 ജില്ലയിൽ നിന്നും ശേഖരിച്ചെടുക്കേണ്ട കണക്കിന്റെ ഒരു സാഹചര്യമുണ്ട്. അത് കണക്ക് കൃത്യമായി ശേഖരിച്ച് അടുത്ത വ്യാഴാഴ്ച കൊടുക്കും. നമുക്ക് വ്യക്തമാണല്ലോ, ഈ ഓഗസ്റ്റ് മാസം 17-ാം തീയതി കൊടുത്ത 35 പേജുള്ള ഡീറ്റെയിൽ റെപ്രസെന്റേഷനിൽ തന്നെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഇത്ര രൂപയേ ഉള്ളൂ, അതുകൊണ്ട് അടിയന്തര സഹായമായി 219 കോടി രൂപ. PDNA കൊടുത്തത് നവംബർ 13 മാത്രമല്ലേ അഡ്വക്കേറ്റ് KS അരുൺകുമാർ? അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ റിക്കവറിയും റീകൺസ്ട്രക്ഷന്റെയും തുക സർക്കാരിന് വിനിയോഗിക്കാൻ കഴിയൂ? ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അതിനു മുൻപ് നമുക്ക് BJP പ്രതിനിധിയിലേക്ക് കൂടി പ്രശാന്ത് മലവയൽ. ഒറ്റ മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒറ്റ മിനിറ്റ് ഡോക്ടർ അരുൺ, ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ല, എനിക്ക് ഓഗസ്റ്റ് 17-ന് കൊടുത്ത റെപ്രസെന്റേഷനും നവംബർ 13-ന് കൊടുത്ത റെപ്രസെന്റേഷൻ എല്ലാം അത് ഏകദേശം മനസ്സിലാക്കിയിട്ടാണല്ലോ ഞാൻ ഈ ചർച്ചയിലിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ആദ്യം കൊടുത്ത റെപ്രസെന്റേഷനിൽ പോലും അടിയന്തരമായിട്ട് കിട്ടേണ്ട സഹായം 219 കോടിയാണെന്നും ഞങ്ങളുടെ നിധിയിൽ ഇത്ര രൂപയുണ്ടെന്നും ആ റെപ്രസെന്റേഷനിൽ തന്നെ കൃത്യമായിട്ടുണ്ട്. നവംബർ മാസം 13-ന് PDNA കൊടുക്കുമ്പോഴും 3 മാസത്തിനുള്ളിൽ PDNA കൊടുത്ത് 219 കോടി രൂപ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും വേണമെന്ന് കൃത്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വൈകിപ്പോയി, ഇതിൽ ഇന്നതേ ഉള്ളൂ, ഇതൊക്കെ തെറ്റായിട്ടുള്ള ന്യായങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നെല്ലാം നടത്തി യഥാർത്ഥത്തിലുള്ള കോസ്, നമ്മുടെ ആവശ്യം അത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ശരി, പ്രശാന്ത് മലവയൽ, ഇന്ന് സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമൊന്നും ഏറ്റില്ല എന്നാണ് CPM പ്രതിനിധിയുടെ വാദം. മാത്രവുമല്ല, ഇതിൽ എല്ലാ ജില്ലകളിലും ഈ ദുരന്ത സാധ്യതയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റ്മെന്റുകൾ എത്രയാണെന്ന് വിവിധ വകുപ്പുകളിൽ നിന്ന് ഏകോപിപ്പിച്ചെടുക്കാൻ ഒരു സമയം വേണം. ആ സമയം മാത്രമാണ് സർക്കാർ ചോദിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി പരാജയമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു എന്ന രീതിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ പ്രശാന്ത് മലവയൽ?
ഇത് എത്ര തവണ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനം ഏറ്റു എന്ന് എഴുതി വെക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെതിരെ ഞാൻ 1 by 1 ആയിട്ട് പറയാം, എത്ര തവണ രൂക്ഷമായി വിമർശിച്ചു. അതായത് ഈ കോടതി കേസ് എടുക്കുന്നത് തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നിലപാടുകൾ എടുത്തതുകൊണ്ടാണ് സ്വമേധയാ ഹൈക്കോടതി കേസെടുത്തിട്ടുള്ളത്. എല്ലാ വെള്ളിയാഴ്ചയും കേസെടുക്കുന്നു, എല്ലാ വെള്ളിയാഴ്ചയും സംസ്ഥാന സർക്കാരിന് രൂക്ഷമായ വിമർശനം കേൾക്കുന്നു, എല്ലാ വെള്ളിയാഴ്ചയും അവധി ചോദിക്കുന്നു. ഇതല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 17 മെമ്മോറാണ്ടത്തെക്കുറിച്ച് ശ്രീ അരുൺ ഇവിടെ സൂചിപ്പിച്ചു. ഓഗസ്റ്റ് 17 മെമ്മോറാണ്ടം പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടതെന്താണ്? ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടം പുറത്തു വന്നപ്പോൾ കണ്ടതെന്താണ്? 75,000 രൂപ ബോഡി സംസ്കരിക്കാൻ, വോളണ്ടിയർക്ക് 4 കോടി, മണ്ണ് മാറ്റാൻ 10 കോടി, ജനറേറ്ററിന് 7 കോടി. അന്ന് രൂക്ഷ വിമർശനം കേട്ടില്ലേ സംസ്ഥാന സർക്കാർ? ഇനി രണ്ടാമത് വയനാട്ടിൽ ഹർത്താൽ നടത്തിയപ്പോൾ എന്തിനാണ് ഹർത്താൽ നടത്തിയത്? അന്ന് മാധ്യമങ്ങൾക്കാണ് പഴി കേട്ടത്. എന്തിനാണ് ഹർത്താൽ? കൂടി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആര്? സംസ്ഥാന സർക്കാരാണ് പറഞ്ഞത്. ഇത് വസ്തുതയല്ലാണെന്നാണ് പറയുന്നത്, അത് എസ്റ്റിമേറ്റ് ആണെന്നാണ് അന്ന് പറഞ്ഞത്. എന്തൊക്കെ ന്യായീകരണങ്ങളാണ് നടത്തുന്നത്? ഈ ന്യായീകരണങ്ങളൊന്നും ഇത് ന്യായീകരണങ്ങൾ നോക്കൂ. ഞാൻ പിന്നീട് ഹർത്താൽ നടത്തി, 2 കൂട്ടരും കൂടി ഹർത്താൽ നടത്തി. പിറ്റേ ദിവസം കോടതി എന്താ ചോദിച്ചത്? എന്തിനായിരുന്നു ഹർത്താൽ? നിങ്ങളുടെ കയ്യിൽ പണമില്ലേ? പണം വിനിയോഗിച്ചതിന് ശേഷമാണോ നിങ്ങൾ ഹർത്താൽ നടത്തിയത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഹർത്താൽ? ഇതൊക്കെ ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത് തന്നെയല്ലേ? ഇന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ 3-4 ചോദ്യങ്ങൾ ഡോക്ടർ അരുൺ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അതൊന്നും വിമർശനമല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് നേരെയുള്ള നല്ല മലരമ്പുകളാണ്. അതൊന്നും മറ്റേ അമ്പുകളല്ല, ഇതൊക്കെ മലരമ്പുകളാണ് എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ പാടുപെടും, ഒരു സംശയവുമില്ല. ജനങ്ങൾക്ക് ഇതൊക്കെ നല്ല ബോധ്യമുണ്ട്, വയനാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്തത് ഇതുപോലത്തെ CPM-ന്റെ നേതാക്കൾക്ക് മാത്രമാണ്. നോക്കൂ, ഇവിടെ എല്ലാ സംവിധാനങ്ങളും അട്ടിമറിക്കുകയാണ്. പുനരധിവാസം അട്ടിമറിച്ചു. പുനരധിവാസത്തിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് എടുത്തു എന്ന് പറയപ്പെടുന്ന ഭൂമി പോലും ഇന്ന് കോടതിയിലാണ്, എല്ലാം കോടതിയിലാണ്. എന്തൊരു ന്യായവും അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ഇവർക്കല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? കേന്ദ്രം കൊടുത്തിരിക്കുന്ന പണം എന്ത് ചെയ്തു? എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇനി എന്താണ് അതിന് പ്ലാൻ? അതിൽ നിന്ന് എത്ര തുക ഉപയോഗിച്ചു? ഇതെല്ലാം ചോദിച്ചില്ലേ? ഇത് തന്നെയല്ലേ ഇത്രയും കാലം ഞങ്ങളെല്ലാവരും ചോദിച്ചത്, നാം എല്ലാവരും ചോദിച്ചത്? മാധ്യമങ്ങൾ പോലും അത് മറച്ചു വെച്ചുകൊണ്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള മാധ്യമങ്ങൾക്ക് ഇതൊന്നും ധാരണയില്ലാഞ്ഞിട്ടല്ല, കാരണം നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. പക്ഷേ എന്നിട്ടും ചില കാര്യങ്ങൾ മറച്ചു വെച്ചതുകൊണ്ടാണ് ഇവർ ഹർത്താലടക്കമുള്ള ഈ സമരമുറകളുമായിട്ട് ഈ ജനങ്ങളെ തെരുവിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളെ അടച്ചിട്ട ജയിലിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ പോലും ഉണ്ടായത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കെ ഈ ഓഗസ്റ്റ് 13 കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക, അതിന് സമയമെടുക്കുന്ന ഒരു സാഹചര്യം ഇതാരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഈ ആനുകൂല്യം എന്തിനാണ് 4 മാസത്തോളം നീട്ടിയിട്ടുള്ളത്? സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലുണ്ട്, സമ്മതിച്ചു. അതിൽ എത്ര രൂപയാണ് ചട്ടപ്രകാരം ഈ റെസ്ക്യൂവിനും റീഹാബിലിറ്റേഷൻ ഉപയോഗിക്കാൻ കഴിയുക? വളരെ പരിമിതമായ സംഖ്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിൽ നിന്നാണ് നമ്മൾ പണമെടുക്കുന്നതെങ്കിൽ 1,19,000 രൂപയുടെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും NDRF-ന്റെ മാനദണ്ഡ പ്രകാരം. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഒരു വലിയ പാക്കേജിന് വേണ്ടിയിട്ടാണല്ലോ. ഒരു സംശയം പ്രശാന്ത്, അതിനും അപ്പുറം ഒരു പാക്കേജിന് വേണ്ടിയാണല്ലോ സംസ്ഥാന സർക്കാർ മെമ്മോറാണ്ടം കൊടുത്തത്. മെമ്മോറാണ്ടം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട മെമ്മോറാണ്ടം ഓഗസ്റ്റ് 17 കൊടുത്തില്ലേ? എന്നിട്ട് ആ മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര ധനസഹായം കേന്ദ്രം അനുവദിക്കാഞ്ഞതെന്താ? പ്രശാന്ത് മലവേൽ, എനിക്ക് ആ ഡോക്ടർ അരുണിനോടൊരു ചോദ്യം. ഓഗസ്റ്റ് 17 കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടത്തിൽ റീഹാബിലിറ്റേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 75,000 രൂപ ബോഡി സംസ്കരിക്കാൻ, മണ്ണ് മാറ്റാൻ 3 കോടി 4 കോടി, അവിടെ വോളണ്ടിയറിന് ചെലവായിട്ടുള്ള തുക, ഇതല്ലേ കാണിച്ചിട്ടുള്ളത്? അതല്ല എന്ന് തെളിയിക്കാൻ അരുണിന് പറ്റുമോ? ഡോക്ടർ അരുണിന് പറ്റുമോ? ഇതിൽ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്ന ഭാഗം ഇവിടെയല്ലേ അഡ്വക്കേറ്റ് അരുൺകുമാർ?
ഓഗസ്റ്റ് 17-ാം തീയതി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ആണ് ചെലവ് കൊടുത്തിരിക്കുന്നത്. അതിൽ 219 കോടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം. 2000 കോടിയിലധികം വേണമെന്ന് പറയുന്നത് നവംബർ 13-ാം തീയതിയാണ്. അത് കൊടുത്തിട്ട് ഒരു മാസം ആയില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? മെമ്മോറാണ്ടത്തിൻ്റെ പേരിലാണോ അതോ നവംബർ 13-ന് മാത്രം കൊടുത്ത PDNA-യുടെ പേരിലാണോ? അതിലൊരു വ്യക്തത വേണം. വ്യക്തതയൊക്കെ കൃത്യമായിട്ടുണ്ട്. ഇപ്പൊ BJPയുടെ പ്രതിനിധി സ്ഥാപിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് എന്തോ വലിയ അപരാധം ചെയ്തു, ആ അപരാധത്തിന്റെ ഭാഗമായിട്ടാണ് നയാ പൈസ കേന്ദ്രം തരാത്തതെന്ന. ഈ ദുരന്തമുണ്ടായി പിറ്റേ ദിവസം ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന നടത്തി. എന്താ, 10 ദിവസം മുമ്പ് റെഡ് അലർട്ട് നിർദ്ദേശം കേരളത്തിന് കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ആ റെഡ് അലർട്ട് പ്രകാരം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജ്യത്തിന്റെ പരിസ്ഥിതി മന്ത്രി പറഞ്ഞു, ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും മുഴുവൻ പാറമടകളാണ്, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എത്രയോ നുണ പറഞ്ഞതിന്റെ തുടർച്ചയിൽ ശാസ്ത്രജ്ഞന്മാരോടൊക്കെ വീണ്ടും അങ്ങ് എഴുതണം, കേരളത്തെക്കുറിച്ച് എഴുതണം എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും പാസ്സാകാതെ വന്നപ്പോഴുള്ള പ്രശ്നമാണല്ലോ. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ കൃത്യമായി ഈ രാജ്യത്ത് ഒരു നിയമം ഉണ്ടല്ലോ, ദുരന്ത നിവാരണ നിയമം. ആ നിയമത്തിന്റെ നോംസ് അനുസരിച്ച് ഉള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടാണ് 219 കോടി രൂപ അടിയന്തര സഹായമായി കൃത്യമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണം എന്നതാണ് ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ നോംസ് അനുസരിച്ച് ഓരോന്നിനും ഇത്രയേ തരാൻ കഴിയൂ, അതനുസരിച്ച് കണക്ക് കൂട്ടി കൊടുത്തു. അതിനുശേഷം നവംബർ മാസം 13-ന് PDNA വളരെ വിശദമായി 2219 കോടിക്ക് വേണ്ടി തയ്യാറാക്കി കൊടുത്തു. ഇന്നലെ എന്താ ആഭ്യന്തരമന്ത്രി പറഞ്ഞേ? 3 മാസം കഴിഞ്ഞിട്ടാണ് PDNA തയ്യാറാക്കിയത്. 3 മാസം കഴിഞ്ഞ് ആദ്യത്തെ 90 ദിവസത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇത് തയ്യാറാക്കി കൊടുക്കേണ്ടത്. ഉത്തരാഖണ്ഡിൽ 2023 ജനുവരിയിൽ ഒരു പ്രളയം ഉണ്ടായി. അവിടെ PDNA തയ്യാറാക്കി കൊടുത്തത് 2023 സെപ്റ്റംബറിലാണ്, 9 മാസം കഴിഞ്ഞ്. സിക്കിമിൽ 2023 ഒക്ടോബർ 4-ന് ഒരു പ്രളയം ഉണ്ടായി. അവിടെ PDNA തയ്യാറാക്കി കൊടുത്തത് 2024 ജനുവരിയിലാണ്, അതും 9 മാസം കഴിഞ്ഞ്. ഹിമാചലിൽ 2023 ജൂലൈയിൽ ഒരു പ്രളയം ഉണ്ടായി. അവിടെ PDNA തയ്യാറാക്കി കൊടുത്തത് അതും 2024 ജനുവരിയിലാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും 8, 9, 10 മാസം കഴിഞ്ഞ് വിശദമായിട്ടുള്ള ഇത്തരത്തിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കാം. കേരളം കൃത്യമായി 3 മാസം കഴിഞ്ഞ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തയ്യാറാക്കി കൊടുത്തപ്പോ ആഭ്യന്തരമന്ത്രി പറയാണ് അതൊന്നും പരിഗണിക്കാൻ കഴിയില്ല, അത് വൈകിയത് കൊണ്ടാണ് വൈകിയത്. അടിയന്തര സഹായം തരണ്ടേ? എന്റെ ചോദ്യം, മെമ്മോറാണ്ടത്തിൽ എത്ര രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത്? 219 കോടി രൂപ അടിയന്തര സഹായമായിട്ട് വേണമെന്നാണ് ഓഗസ്റ്റ് മാസം 17-ന് പേജുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. 219 കോടി രൂപ അഡീഷണൽ ആയിട്ട് ദുരന്ത നിവാരണത്തിന് വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ SDRF-ൽ എത്ര രൂപ ബാക്കിയുണ്ട്? സംസ്ഥാനത്ത് ഇത്ര ദിവസം നമ്മൾ ചർച്ച ചെയ്ത് 4.5 മാസമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും SDRF-ൽ ഇത്ര പണമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ 677 കോടി രൂപ ഇപ്പൊ ഉണ്ട്. അന്ന് 599 കോടി രൂപ SDRF-ൽ ഉണ്ട്, ഞങ്ങളുടെ ഫണ്ടിലുണ്ട്. പക്ഷേ അത് കേരളത്തിലെ 14 ജില്ലകൾക്ക് വേണ്ടിയിട്ടാണ്. വയനാട്ടിലെ ഇത്തരത്തിൽ അടിയന്തരമായിട്ടുണ്ടായ സാഹചര്യത്തെ നേരിടാൻ മാനദണ്ഡ പ്രകാരം അടിയന്തരമായി ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം മുൻപിലുള്ളപ്പോ ആ കയ്യിലുള്ള പണമെടുത്ത് ചെലവഴിക്കാതെ അതിനി വരാൻ പോകുന്ന ദുരന്തത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിനെ കുറിച്ചല്ലേ ഇന്ന് ഹൈക്കോടതി വിമർശിച്ചത്? അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ളത് എത്രയാണോ അത് ചെലവഴിച്ചുകൂടെ? എന്താണ് തടസ്സം? 219 കോടി 599 കോടിയിൽ നിന്ന് ചെലവഴിച്ചിരുന്നുവെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുമായിരുന്നത്? മിസ്റ്റർ, നിങ്ങളെ കൂട്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ അത്തരം ചോദ്യം ചോദിക്കരുത്. കാരണം 4.5 മാസമായി അവിടെ ചെലവഴിച്ച തുക മുഴുവൻ ഈ കേരളത്തിന്റെ ഫണ്ടിൽ നിന്നാണ്, SDRF-ൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ്. ഹൈക്കോടതി ചോദിച്ചു നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചു മിസ്റ്റർ. SDRF-ൽ നിന്ന് ആകെ ചെലവഴിച്ചിരിക്കുന്നത് 95 കോടി രൂപയാണ്. 95 crore ഹൈക്കോടതി ഇന്ന് കൊടുത്തിരിക്കുന്ന കണക്കല്ലേ? ഒരു മിനിറ്റ്, നിങ്ങൾ എന്നെ കേൾക്കൂ. അല്ല മിസ്റ്റർ, നിങ്ങൾ കേൾക്കൂ. ഇവിടെ വ്യക്തിപരമായി ഒരു വ്യക്തി ആനുകൂല്യം കൊടുക്കാവുന്നത് നിയമം അനുശാസിക്കുന്നത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. ഒരു കുടുംബത്തിലെ 2 പേർക്ക് ദിവസം കൊടുക്കുന്നത്, അതുപോലെ തന്നെ മരണപ്പെട്ട വീടുകളിലേക്ക് അടിയന്തര സഹായം ഇത്ര ലക്ഷം, അതുപോലെ ഓരോ കുടുംബത്തിനും ഇത്ര 1000 വീതം, അതുപോലെ അത്തരത്തിൽ വ്യക്തിഗതമായി കൊടുക്കാവുന്ന കൊടുത്തു കഴിഞ്ഞു. ഇനി നിയമപ്രകാരം എന്താ? അങ്ങ് ആദ്യം പറഞ്ഞു ഒരു വീടിന് 1,19,000 രൂപ. 1000 വീട് നഷ്ടപ്പെട്ടു എന്ന് നോക്കട്ടെ, 1000 × 1,19,000 കൊടുത്താൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നോ മിസ്റ്റർ? നമ്മുടെ ഉത്തരവാദിത്വം തീർന്നിട്ടില്ല.
നമ്മുടെ ഉത്തരവാദിത്വം എന്താ? അത് രണ്ടാം സ്ഥലം ഭാഗമാണ്. കണ്ടെത്തി, നോക്കൂ സർ, പ്രോപ്പർട്ടി അത് കണ്ടെത്തി, reconstruction കൃഷിഭൂമി and കണ്ടെത്തി, recovery ആണ്. ഓരോ വീടിനും ഈ Reconstruction നാടിന്റെ and recovery അനുയോജ്യമായിട്ട് നിങ്ങൾ ആദ്യത്തെ മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആദ്യത്തെ മെമ്മോറാണ്ടത്തിലുള്ളത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് മാത്രമാണ്. താങ്കൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വീടിന്റെ കണക്ക് അതിൽ വരില്ല. അവിടെയുള്ളത് 219 കോടി അടിയന്തരമായ വയനാടിന്റെ ദുരന്ത നിവാരണത്തിനാണ്. ആ പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്. അത് എടുക്കാതെ കേന്ദ്രത്തിനടുത്ത് 219 കോടി ചോദിച്ചത് എന്തിനെന്താണ് ചോദ്യം? അത് തെറ്റായ ചോദ്യമാണ് നിങ്ങളുടെ. അതായത് ഇവിടെ ഒരു ദുരന്തമുണ്ടായി, ആ ദുരന്തത്തിന്റെ നമ്മൾ ഒരിക്കലും സ്വന്തമായിട്ടുള്ള കണക്കല്ലല്ലോ മിസ്റ്റർ. ഈ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ഒരു ദുരന്തമുണ്ടായാൽ ഇന്നന്ന ആവശ്യങ്ങൾക്ക് ചെലവാക്കാൻ കഴിയുന്ന മാക്സിമം തുക വച്ച് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു. ആ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നു. അങ്ങനെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചാലും ഇപ്പോ ദുരന്തം ഞാൻ പറയട്ടെ മിസ്റ്റർ, അതെ, മാനദണ്ഡങ്ങൾ വച്ച് നമ്മൾ തയ്യാറാക്കിയാലും കേന്ദ്ര 2018 മഹാപ്രളയം ആദ്യത്തെ എസ്റ്റിമേറ്റ് എത്രയായിരുന്നു? 6000 കോടിയാണ് നമ്മൾ ആദ്യം ചോദിച്ചത്. ചോദ്യം വളരെ സ്പെസിഫിക് ആണ് അരുൺ. അതായത് 219 കോടി നമ്മൾ മാനദണ്ഡ പ്രകാരം SDRF നിന്ന് നമുക്ക് കിട്ടേണ്ട തുകയാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന തുകയാണല്ലോ 219 കോടി ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ ഏകദേശം 577 കോടി രൂപയുണ്ട്. ശരിയല്ലേ? 577 കോടിയിൽ നിന്ന് ഈ 219 കോടി രൂപ മാനദണ്ഡ പ്രകാരം എടുക്കുന്നതിന് എന്താ തടസ്സം? അതാണ് എന്റെ ചോദ്യം. അല്ല, അതിൽ മാനദണ്ഡ പ്രകാരം എടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് വ്യക്തിപരമായി നിയമപ്രകാരം കൊടുക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഓരോ കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇനിയും കൊടുക്കാനുള്ളത് കൊടുക്കും. 4.5 മാസമായി ഒരു പൈസ പോലും ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടിന് പുറത്തുനിന്ന് വന്നിട്ടില്ല. കാരണം കേന്ദ്രം കൊടുക്കേണ്ടത് കൊടുത്തില്ല. ഇപ്പോഴും സാഹചര്യമാണ്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വന്നു. അതൊക്കെ പണമാണ്. അതൊന്നും SDRF വന്നതല്ല. അതൊക്കെ വിവിധ ഹെഡുകളിൽ വന്നിരിക്കുന്ന പണമാണ്. രണ്ടാണ് മിസ്റ്റർ. ഞാൻ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. രണ്ടും രണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വേറെ, SDRF വേറെ. ഇത് രണ്ടും രണ്ടാണ്. സർക്കാർ വകയും ദുരന്തമോ എന്നാണ് ചോദ്യം. ഞാൻ പ്രശാന്ത് മലവയിലേക്ക് കൂടി പോയി വരാം. പ്രശാന്ത് മലവയിൽ CPM-ന്റെ ഒരു വേർഷൻ, സർക്കാരിന്റെ വേർഷൻ എന്ന് പറയുന്നത് ഈ ദുരന്ത നിവാരണ നിധിയിലുള്ള പണം എന്ന് പറയുന്നത് കേരളത്തിന്റെ മൊത്തം ദുരന്തങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണമാണ്. ശരാശരി 700 കോടി രൂപ ഒരു വർഷം വിവിധ അടിയന്തരാവശ്യങ്ങൾക്ക് വേണ്ടി, അത്യാഹിതങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടിൽ നിന്നുള്ള പണം എടുത്ത് വയനാട്ടിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സർക്കാർ 219 കോടി രൂപ ആദ്യം ആവശ്യപ്പെടുന്നു. അതിനോട് അനുകൂലമായ പ്രതികരണം ഉണ്ടാവുന്നില്ല. വിശദമായ മെമ്മോറാണ്ടം നൽകാൻ പ്രധാനമന്ത്രി പറയുന്നു. പിന്നീട് നവംബർ 13-ാം തീയതി ഈ ഡിസാസ്റ്ററിൻ്റെ നീഡ് അസസ്മെൻറ്റിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ അപ്പോഴും നമുക്ക് പണം കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയും മൗനവും ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ അരുൺ, ഇത് തന്നെയാണ് ഇന്ന് കോടതി ചോദിച്ചത്. ഇപ്പം നിങ്ങൾ പറഞ്ഞു 700 കോടി കേരളത്തിൽ ഒരു വർഷം വേണമെന്ന്. അപ്പോൾ കഴിഞ്ഞ 2024 മാർച്ച് 31-ന് 394 കോടി രൂപ ബാക്കിയായത് എങ്ങനെയാണ് SDRF ഫണ്ടിൽ? അപ്പം അത് ബാക്കിയായത് എങ്ങനെയാണെന്നറിയോ? അത് ശരിയാണ്, കൊടുക്കാത്തത് കൊണ്ടാണ്. പുത്തുമല 2018 ആളുകൾ പുത്തുമല ദുരന്തത്തിൽ മരിച്ചവർ ഇന്ന് മണ്ണിനടിയിൽ കിടക്കുന്നവരുണ്ട്, അവർക്ക് വീട് കിട്ടാത്തവരുണ്ട്. അവർക്കൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ 394 കോടി രൂപ അവിടെ ബാക്കിയായിട്ടുള്ളത്. അതൊരു വസ്തുതയാണ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് അതിനുശേഷം നടന്നിട്ടുള്ള പല കാര്യങ്ങൾ, അതായത് ഈ 388 കോടി രൂപ അതിനുശേഷവും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ആ പണം ഇതിനൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു വിചിത്ര വാദമല്ലേ? അതെങ്ങനെയാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുക? അതിലൊരു 100 കോടി രൂപ പോലും എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതെന്തൊരു വാദമാണ്? ഇതെവിടെ ഇത് തന്നെയാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഇത്രയും കാലം 3-4 മാസമായിട്ട് ഇത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പക്ക കോടതി ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിയിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് 2 ദിവസം സമയം വേണമെന്ന്. കോടതി പറഞ്ഞു 2 ദിവസം വേണ്ട, നിങ്ങൾ 5 ദിവസം എടുത്തോ, കണക്കും കൊണ്ട് വന്നാൽ മതി ഇങ്ങോട്ട് എന്ന്. അതല്ലേ യാഥാർത്ഥ്യം? 2 ദിവസം ചോദിച്ചപ്പോൾ 5 ദിവസം കൊടുത്തു. കോടതി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമാണ്, ദുരന്ത ബാധിത മേഖലകളോടൊപ്പമാണ്. ഇനി അതൊക്കെ പോട്ടെ, ഡോക്ടർ അരുൺ KS അരുൺ പറഞ്ഞത് ഒരുപാട് മാനദണ്ഡങ്ങളുടെ നൂലാമാലയിൽ കുടുങ്ങിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് പണം കൊടുക്കാൻ സാധിക്കാത്തത്, ഞങ്ങൾക്ക് 700 കോടി കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ കൊടുക്കാത്തത് എന്നാണ് പറയുന്നത്. ഒരു നൂലാമാലയും ഇല്ലാത്ത 1700 കോടി CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ടല്ലോ. നിങ്ങൾ എന്താണ് കൊടുത്തിട്ടുള്ളത്? അതിൽ നിന്ന് ഒരു രൂപ
കൊടുത്തിട്ടില്ല ഒരു നിമിഷം പ്രശാന്ത് ഒന്ന് പറയൂ. ഞാൻ അരുണിലേക്ക് പോയി വരാം. അരുൺ, അതിനുള്ള മറുപടി. അല്ല, അങ്ങ് ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിൽ 219 കോടി രൂപ തങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നിട്ട് അല്ലെങ്കിൽ അത് വേണമെന്ന് ആവശ്യപ്പെടുമ്പോ അത്രയും തുക നിങ്ങളെടുത്ത് ചെലവഴിച്ചോന്നാ ചോദിച്ചത്. അതിൽ എയർ ലിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യോമസേനയ്ക്കുള്ള ബില്ലും ഡെബ്രീസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബില്ലും അതൊന്നും ആ സമയത്ത് വന്നിട്ടില്ല. അപ്പൊ ഡെബ്രീസ് ജനുവരി മുതലേ മാറ്റുന്നുള്ളൂ. എയർ ബില്ല് വന്നത് കഴിഞ്ഞ ആഴ്ചയാണ് 153 കോടി. ഇതെല്ലാം അടിയന്തര സഹായത്തിൽ തന്നെ അനുവദിച്ച തുക കിട്ടുമായിരുന്നെങ്കിൽ അതിൽ നിന്ന് വിനിയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ട്. എവിടെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം. ഇപ്പോ വീട് നിർമ്മാണം, ആ വീട് നിർമ്മാണം തുടങ്ങാൻ തയ്യാറാണ്, പക്ഷെ ഭൂമിയില്ല. ഭൂമി വാങ്ങിക്കാൻ SDRF-ൽ നിന്നോ ഫണ്ട് ചെലവഴിക്കാൻ കഴിയില്ല. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പറ്റുള്ളൂ. അല്ലെങ്കിൽ കേന്ദ്ര സ്പെഷ്യൽ പാക്കേജ് അനുവദിച്ചാലേ നമുക്ക് ഭൂമി വാങ്ങിക്കാൻ പറ്റൂ. ഫ്രീ ആയിട്ട് ഭൂമി കിട്ടില്ലല്ലോ. അപ്പൊ 2 ഭൂമി കണ്ടെത്തിയപ്പോഴേക്കും അവർ ഹൈക്കോടതിയിൽ പോയി കേസും നടപടിക്രമങ്ങളുമായി. അതുകൊണ്ട് ഗവൺമെന്റ് കൃത്യമായി കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. അത് കോടതിയുടെ ഒരു ഫോർമാറ്റിലാക്കി കൊടുക്കണം. കോടതിയുടെ ഒരു ഫോർമാറ്റിലാക്കി കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇത് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകുന്ന ഒരു 2 പ്രോപ്പർട്ടി മാത്രം നിങ്ങൾ കണ്ടെത്തിയത്? വേറെ പ്രോപ്പർട്ടി എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റിയില്ല? അവരുമായി കോടതി കയറുന്നതിന് മുമ്പ് ഒരു ചർച്ച എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല? മേപ്പാടി പട്ടണത്തിലെ മിസ്റ്റർ അരുൺ, മേപ്പാടി പട്ടണത്തിലെ 30 മേപ്പാടി പട്ടണത്തോട് യോജിച്ച് കിടക്കുന്ന, അതായത് ഈ അപകടത്തിൽപ്പെട്ടവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ച 30 സ്ഥലങ്ങൾ കണ്ടെത്തി. അതിൽ നിന്ന് 10 എണ്ണം വീണ്ടും തെരഞ്ഞെടുത്തു. ആ 10 എണ്ണത്തിൽ നിന്നാണ് അവിടുത്തെ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളുടെ അഭിപ്രായം കൂടി തേടിയിട്ടാണ് 2 എണ്ണം സെലക്ട് ചെയ്തത്. കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അരുൺ? ഇതെല്ലാം തെരഞ്ഞെടുത്തു, അവസാനം ഇതെല്ലാം കോടതി കയറി. അല്ല ഒറ്റ ദിവസം കൊണ്ട് എടുക്കേണ്ട തീരുമാനമാണോ? ഒരു ജനതയെ പുനരധിവസിപ്പിക്കാൻ സംരക്ഷിക്കണം. ഇതേ ചോദ്യമാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. നവംബർ 13-ാം തീയതി കൊടുത്ത PDNA-യുടെ പുറത്ത് ഒറ്റ ദിവസം കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇപ്പൊ അരുൺകുമാറും ചോദിക്കുന്നു, ഒറ്റ ദിവസം കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റുമോ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ? അല്ല, അടിയന്തര സഹായം ഇപ്പോ തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായി. എത്രയാ? 914 കോടിയായി. അതുപോലെ തന്നെ ത്രിപുരയിൽ 40 കോടി, ആന്ധ്ര തെലങ്കാനയിൽ 3448 കോടി, ബീഹാറിൽ 13,000 കോടി, സിക്കിമിൽ 750 കോടി, നാഗാലാൻഡിൽ 600 കോടി. ഇതൊന്നും കൊടുക്കുമ്പോ ഈ അടിയന്തര തീരുമാനമെടുക്കാൻ വിഷമമുണ്ടായിരുന്നില്ലല്ലോ. കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം ഇപ്പൊ 125 ദിവസം കഴിഞ്ഞു. എന്തിയാ തീരുമാനമെടുക്കാത്തത്? അപ്പൊ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാകും, ജനങ്ങൾക്ക് മനസ്സിലാകും. കോടതിയിൽ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. കോടതിയുടെ ഫോർമാറ്റിൽ അത് അടുത്ത വ്യാഴാഴ്ച കൊടുക്കും. കൃത്യമായി കോടതിക്ക് കാര്യങ്ങൾ അറിയാം. ഇതേ കോടതിയാണ് ചോദിച്ചത് എന്തെങ്കിലും ഈ ഹൈക്കോടതി തന്നെ ചോദിച്ചു എന്തെങ്കിലും കേരളത്തിന് കൊടുക്കൂ എന്ന് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് BJP എത്ര നുണ പറഞ്ഞാലും ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും നമ്മുടെ മുന്നിലുള്ള വിഷയം ഈ വയനാട്ടിലെ സാധാരണക്കാർക്ക് നയാ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ കോസിൽ നിന്ന്, ആ കാരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യം ജനങ്ങൾ കൃത്യമായി ഈ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രശാന്തുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് മനസ്സിലായത്. പ്രശാന്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? അരുൺ പറയുന്നത് BJP കള്ളം പറയുകയാണ് എന്നാണ്. ഒടുവിൽ അങ്ങനെ മറുപടി 1 മിനിറ്റ് സമയം മാത്രം. അല്ല അരുൺ, 2 കാര്യത്തിൽ അരുണിന്, ഞാൻ ഈ നാട്ടുകാരനാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഡോക്ടർ KS അരുണിനോടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മേപ്പാടി പട്ടണത്തോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് എൽസ്റ്റൺ എസ്റ്റേറ്റും ഹാരിസൺ മലയാളം. എൻ്റെ പൊന്നു സുഹൃത്തെ, അത് അവിടെ നിന്ന് 24 കിലോമീറ്റർ അപ്പുറത്താണ്, കൽപ്പറ്റ പട്ടണത്തിലാണ് കിടക്കുന്നത്. നിങ്ങൾ ഈ വസ്തുതയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അത് കൊണ്ടുപോയിട്ട് നേരെ കോടതി കൊടുത്തു. എന്നിട്ട് മേലോട്ട് നോക്കിയിട്ട് പറയാണ് പിന്നെ പുനരധിവാസത്തിന് സ്ഥലമില്ല. പുനരധിവാസത്തിന് സ്ഥലമില്ലാണ്ട് പിന്നെ എങ്ങനെയാണെന്ന് പിന്നെ കേന്ദ്ര സർക്കാർ പണം കൊടുത്താൽ നിങ്ങൾ എവിടെയാ കൊണ്ട് പിന്നെ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത്? കയ്യിലുണ്ട്. പിന്നെ എവിടെ സ്ഥലമുണ്ട് ചേട്ടാ? എവിടെ സ്ഥലമുണ്ട്? കോടതി അനുവദിച്ചോ? അത് അല്ല, ദുരന്ത നിവാരണ നിധി കേരള ഗവൺമെന്റും ഇത് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. 5 പൈസ തരാതെ ഇതുവരെ ഒരു ആപ്ലിക്കേഷൻ പരിഗണിക്കാതെ കേരളത്തിൽ 219 കോടി, ഇന്നിപ്പോ ഹൈക്കോടതിയിലാണ് അതിനകത്ത് വ്യക്തത വന്നത്. 219 കോടി നമ്മുടെ സംസ്ഥാന സർക്കാർ ഓഗസ്റ്റ് 17-ന് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ ബഡ്ജറ്റിൽ അഥവാ നമ്മുടെ സർക്കാരിന്റെ SDRF-ൽ 567 കോടി രൂപ SDRF-ൽ ഉണ്ടായിരുന്നു.
ആ ഉണ്ടായിരുന്നത് കൈവശം ഇരിക്കെയാണ് 219 കോടി ആവശ്യപ്പെട്ടത്. വസ്തുതയല്ലേ? അതെ, അത് വസ്തുതയാണ്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി കൊടുക്കുന്ന റെപ്രസെന്റേഷൻ തന്നെ ഞങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് എടുക്കൂ, അല്ല നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് എടുക്കൂ, SDRF-ൽ നിന്നുള്ളതിൽ നിന്ന് എടുക്കൂ എന്ന് പറയുമ്പോൾ അത് എടുക്കാം. അപ്പൊ പിന്നെ 219 കോടിക്ക് കാത്തിരിക്കണ്ട. 153 കോടി രൂപയുടെ എടുക്കാൻ വേണ്ടിയിട്ടാണോ 153 കോടി രൂപയുടെ 219 കോടിയാണ് വേണ്ടതെങ്കിൽ അത് 567 കോടിയിൽ നിന്ന് എടുക്കാമെന്ന് കേന്ദ്രം പറയുമ്പോൾ ആ വാദം അവിടെ തീർന്നു. ഇനി നമുക്ക് റീകവറി റീകൺസ്ട്രക്ഷനെ കുറിച്ച് സംസാരിക്കാം, പുനരധിവാസത്തെ കുറിച്ച് സംസാരിക്കാം. അത് കൊടുത്തതെന്നാ സംസ്ഥാനത്തിന് അലോട്ട് ചെയ്ത അല്ല തെറ്റിദ്ധരിപ്പിക്കരുത്. സംസ്ഥാനത്തിന് അലോട്ട് ചെയ്ത ബഡ്ജറ്റ് വിഹിതവും അതുപോലെ ധനകാര്യ കമ്മീഷന്റെ വിഹിതവും സംസ്ഥാന ഗവൺമെന്റിന് എടുത്ത് ചെലവഴിക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുവാദം എന്തിനാണ് മിസ്റ്റർ? കേന്ദ്രത്തിന്റെ അനുവാദം എന്തിനാണ്? എന്തുകൊണ്ടെടുത്ത് ചെലവഴിക്കാതെ കേന്ദ്രത്തോട് 219 കോടി ചോദിച്ചു? നിങ്ങൾ ആകെ ചെലവഴിച്ചത് 95 കോടി കൊടുത്തൂടെ? നിങ്ങൾ ആകെ ചെലവഴിച്ചത് 95 കോടി. ഡോക്ടർ അരുൺ തെറ്റിദ്ധരിപ്പിക്കരുത്. കേരളത്തിന്റെ കയ്യിലുള്ള ഫണ്ട് കൃത്യമായി കഴിഞ്ഞ 125 ദിവസമായിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും വ്യോമസേനയുടെ ബില്ല് വന്നിട്ടില്ല, ബില്ല് വന്നിട്ടില്ല. SDRF-ൽ നിന്ന് ചെലവഴിച്ചത് 95 കോടി. ശരിയല്ലേ? 200 അല്ല ഒറ്റ മിനിറ്റ് 99 പ്ലസ് 153 വ്യോമസേനയുടെ ബില്ല്. നമ്മൾ അന്ന് പ്രതീക്ഷിച്ചത് ഒരു 120 കോടി രൂപയായിരിക്കും വ്യോമസേനയുടെ ബില്ലെന്ന. ഡെബ്രിസ് ക്ലിയറിംഗിന് ഒരു 40 കോടി രൂപ നമ്മൾ വച്ചിരിക്കുന്നു. ഇവയെല്ലാം കൂടിയിട്ടാണ് മിസ്റ്റർ 219 കോടി. എല്ലാം എടുത്ത് കാശെടുത്ത് എണ്ണി കൊടുക്കുകയല്ല. വ്യോമസേനയുടെ ബില്ല് വരുമെന്ന് ഈ ദുരന്തമുണ്ടായപ്പോ നമുക്കറിയാം. ഡെബ്രിസ് ക്ലിയർ ചെയ്യണം, അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി 40 കോടി രൂപ. അതാണ് സത്യം, അതാണ് സത്യം. യഥാർത്ഥ പക്ഷേ ഇന്നിപ്പോ 219 കോടിയുടെ കണക്ക് വരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുക. പറയേണ്ടി വരുന്നു. കേന്ദ്ര ഗവൺമെന്റിനെ അല്ലല്ല ഹൈക്കോടതിയിലെ ഞങ്ങൾ നോക്കിക്കോളാം. കേന്ദ്ര ഗവൺമെന്റിന് വെള്ളപൂശാൻ ഇറങ്ങി യഥാർത്ഥ കണക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുക. കണക്കുകളാണ് ഞാൻ അടക്കം. എന്റെ 2 ചോദ്യത്തിനകം മറുപടി നൽകൂ. 2 ചോദ്യത്തിന് മറുപടി അങ്ങനെ ചോദ്യം കേൾക്കൂ. ഓഗസ്റ്റ് 17-ാം തീയതി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് മെമ്മോറാണ്ടത്തിലൂടെ 219 കോടി രൂപ ആവശ്യപ്പെടുമ്പോൾ അതേ മാനദണ്ഡങ്ങൾ പ്രകാരം ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ 600 കോടിയോളം രൂപയുണ്ടായിരുന്നില്ലേ? അല്ല, ഇത് ആ ഓഗസ്റ്റ് മാസം 17-ാം തീയതി കൊടുക്കുന്ന റെപ്രസെന്റേഷനിൽ തന്നെ 577 കോടി രൂപ സംസ്ഥാനത്തിന്റെ ദുരന്ത ഫണ്ടിൽ ഉണ്ടെന്നും അത് 14 ജില്ലകൾക്കും വേണ്ടി വിനിയോഗിക്കാനുള്ളതാണെന്നും ഇത് നിലച്ചിരിക്കാത്ത സമയത്തുണ്ടായ അപകടമാണെന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ഏറ്റവും വലിയ മൂന്നാമതാണെന്നും അവിടെ നിൽക്കില്ല. നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്. അവിടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഹൈക്കോടതിയുടെ മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ല അങ്ങനെ എടുത്ത് ചെലവഴിക്കാൻ പറ്റില്ല മിസ്റ്റർ. എടുത്ത് ചെലവഴിക്കാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ജനങ്ങൾക്ക് കൊടുക്കാം. എന്തുകൊണ്ട് പറ്റില്ല അരുൺ? എന്തുകൊണ്ട് പറ്റില്ല? താങ്കൾ കേൾക്കൂ. ഈ രാജ്യത്തൊരു നിയമമുണ്ട്. അത് ദുരന്ത നിവാരണ നിയമമാണ്. ആ നിയമത്തിന്റെ വകുപ്പുകൾ പ്രകാരം ചെലവഴിക്കാൻ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കാവുന്നതിന്റെ മാക്സിമം 1032 പേർക്ക് വ്യക്തിഗത ആനുകൂല്യം കൊടുത്തു. അവരുടെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് കൊടുത്തു. ഒരു നിമിഷം അരുൺ, മെമ്മോറാണ്ടത്തിൽ നിങ്ങൾ പറഞ്ഞ 219 കോടിയും അതേ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടല്ലേ നിങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത്? ആ മാനദണ്ഡവും ഈ മാനദണ്ഡവും തമ്മിൽ വ്യത്യാസം. നിങ്ങൾക്ക് 577 കോടി ഉപയോഗിക്കാൻ എന്ത് മാനദണ്ഡമാണ് തടസ്സം അരുൺ? അല്ല മിസ്റ്റർ, നിങ്ങൾ കേൾക്കൂ. ആ ആദ്യം ആവശ്യപ്പെട്ട തുകയിൽ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വ്യോമസേന വന്ന് ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിച്ചത്, ആ വ്യോമസേന വന്ന് എടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, അതിന്റെ ബില്ല് അതിന്റെ ബില്ല് വന്നിട്ടില്ല. അപ്പോഴത്തെ നമ്മുടെ ചർച്ച കൊടുത്താൽ പോരാ മിസ്റ്റർ. അല്ല ശരി, അത് വരട്ടെ. അടിയന്തരമായി 219 കോടി രൂപ ആവശ്യപ്പെട്ടത്. ആ കണക്കുകളൊന്ന് ഹൈക്കോടതി കൊടുക്കണം.
അത് എത്ര ഇത് ചെലവഴിച്ചു, ജനങ്ങളെ ഇനി എത്ര തെറ്റിദ്ധരിപ്പിക്കാൻ ചെലവഴിക്കും വേണ്ടി എന്നുള്ളതിന്റെ മാത്രമുള്ള കണക്കെങ്കിലും ചോദ്യം, മാത്രം സംസ്ഥാന ചർച്ച. സർക്കാർ കൊടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ചർച്ച. ഇല്ലില്ല, കേന്ദ്ര ഗവൺമെന്റ് വെള്ളപൂശാൻ വേണ്ടി മാത്രമുള്ള ചർച്ച. 13 കൊടുത്ത 2019 കോടിക്ക് അല്ലല്ല. അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ പാക്കേജ് പണം കൊടുക്കുക. അല്ല, ഇവിടെ പുനരധിവാസവും അതുപോലെ എന്താണ് പുനർനിർമ്മാണവും സർ? എല്ലാം രണ്ടല്ലേ മിസ്റ്റർ? ഇത് എത്ര തവണ നമ്മൾ ചർച്ച പുനരധിവാസവുമായി ബന്ധപ്പെട്ട് റീകൺസ്ട്രക്ഷൻ റിക്കവറി ഗൈഡ് ലൈൻസ് വന്നിട്ടില്ലേ? അത് വരുന്നത് ഓഗസ്റ്റിലല്ലേ? അത് പറഞ്ഞത് അങ്ങയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞ 90 ദിവസം കൊണ്ട് കേരള സർക്കാർ ആ PDNA കൊടുത്തില്ലേ? അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുകയില്ലേ? ഒരു മാസം ആയില്ലല്ലോ PDNA കൊടുത്തിട്ട്, അതവിടെ നിൽക്കുകയല്ലേ? പക്ഷേ ഇനി PDNA ആ പണം കിട്ടിയാൽ പോലും നമുക്ക് വീട് വെച്ച് കൊടുക്കാൻ സ്ഥലമുണ്ടോ? നമ്മുടെ സ്ഥലമുണ്ടോ? ഇന്നലെ പൈസ വന്നാൽ സങ്കല്പിക്കൂ, നാളെ രാവിലെ പൈസ വരുന്നു കേന്ദ്രത്തിന്റെ. നാളെ രാവിലെ കേന്ദ്രത്തിലെ പണം വരുന്നു. നാളെ രാവിലെ കേന്ദ്രത്തിലെ പണം വരുന്നു. നാളെ രാവിലെ കേന്ദ്രത്തിലെ പണം വരുന്നു. നിങ്ങൾ കേന്ദ്രം പണിതു. നാളെ രാവിലെ കേന്ദ്രത്തിന്റെ പണം എത്തുന്നു. ഓഗസ്റ്റ് 17 കൊടുത്ത റെപ്രസെന്റേഷൻ 1 രൂപ പോലും തരാതെ, 1 രൂപ ഓഗസ്റ്റ് 17 കൊടുത്ത അടിയന്തര സഹായം ചർച്ച ചെയ്തത്. അതിലേക്ക് തിരിച്ചു കേന്ദ്രം കേന്ദ്രം 2000 കോടി രൂപ അനുവദിച്ചാൽ ജീവനെടുത്ത് കളിക്കുന്നു. ഹൈക്കോടതിയുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ പോയി സംസ്ഥാന സർക്കാർ. അതാണ് എന്റെ ചോദ്യം. ഇതുകൂടി കേട്ടു പോകൂ, അങ്ങ് ഇതുകൂടി കേട്ടുപോകൂ. 2000 കോടി രൂപ നാളെ കേന്ദ്രം പ്രിയപ്പെട്ട അരുണിത് കേൾക്കൂ. 2000 കോടി രൂപ കേന്ദ്രം നാളെ PDNA പ്രകാരം കേരളത്തിന് നൽകിയാൽ നിങ്ങൾ എന്ന് ടൗൺഷിപ്പിന്റെ പണി തുടങ്ങും? അത് പറയൂ. ടൗൺഷിപ്പിന്റെ പണി ഇപ്പൊ കോടതിയിലാണ് ഇതിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് തീർന്നാൽ, പ്രത്യേകിച്ച് സുവോമോട്ട കേസാണ്. സുവോമോട്ട കേസിന്റെ പ്രൊസീഡിംഗ്സ് ആരംഭിച്ചാൽ അപ്പൊ തന്നെ പ്രൊസീഡിംഗ്സ് ആരംഭിക്കും, പണി ആരംഭിക്കും. ഒരു സംശയമില്ല. അപ്പൊ പണം അപ്പോഴേക്ക് വന്നാൽ മതി. നയാ പൈസ തരാത്തവർ പലതും പറയും. അവരെ പ്രോത്സാഹിപ്പിക്കാൻ ചില മാധ്യമങ്ങളുണ്ട്. അത് നടന്നോട്ടെ. ജനങ്ങൾ കാണുന്നുണ്ട്. സംസ്ഥാന സർക്കാർ വിരുദ്ധമായിരുന്നു. അത്രയേ ഉള്ളൂ. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ചർച്ചയിൽ ചേർന്നതിന് നന്ദി. പ്രശാന്ത് മലവേൽ നന്ദി. Debate with Dr. Arun Kumar.